നഴ്സുമാരുമായി വ്യാഴാഴ്ച ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ലെസ്ലി ജോൺ തത്സമയം ചേരുന്നു. ലെസ്ലി, എപ്പോഴാണ് ഇത്തരത്തിലൊരു ചർച്ച ഉദ്ദേശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നഴ്സുമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, നേഴ്സുമാരുടെ സമരം അത് വലിയ കലുഷിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. നേഴ്സുമാരെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയിൽ ആണ് തങ്ങളുടെ പ്രതീക്ഷ എന്ന് നേഴ്സുമാരുടെ സംഘടനാ പ്രതിനിധികൾ പറയുകയും ചെയ്തു. എന്തായാലും മാനേജ്മെന്റും നേഴ്സുമാരും തമ്മിലുള്ള സമരവും അനിശ്ചിതകാല സമരം ഇവർ തമ്മിലുള്ള ശീതസമരം അവസാനിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് നേഴ്സുമാർ വീണ്ടും സർക്കാരിനെ സമീപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള 20,000 രൂപ ശമ്പളം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ തങ്ങൾ സമരത്തിൽ നിന്നും പിന്നോട്ടുള്ളൂ എന്ന വാശിയിൽ തന്നെയായിരുന്നു നേഴ്സുമാർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കും. സർക്കാർ പറഞ്ഞിരിക്കുന്ന എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്, അത് നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നിട്ടും സമരം അവസാനിപ്പിക്കാൻ യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേഴ്സുമാരെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും വ്യാഴാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. വളരെ അനുകൂലമായ സാഹചര്യമുണ്ടാക്കി നേഴ്സുമാരെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ സമരം നിർത്തുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അനുഭാവപൂർവമായ ചർച്ചകളായിരിക്കും വ്യാഴാഴ്ച നടക്കുക. ധന്യ, അതായത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നഴ്സുമാർ UNA സമരം മാറ്റിയെങ്കിലും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഇതുവരെ സമരം മാറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ മാനേജ്മെന്റുകാർ മീറ്റിംഗ് കൂടിയിട്ട് സർക്കാർ പറയുന്നത് നോക്കാം, പക്ഷേ 20,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊച്ചിയിലെ മീറ്റിംഗും അവസാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എവിടേക്കായിരിക്കും നഴ്സുമാരുടെ സമരം തുടരാനാണോ സാധ്യത ചർച്ചയ്ക്ക് ശേഷമോ? മാനേജ്മെന്റ് അവരുടെ നയം ഇന്ന് യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് 17,000 രൂപ എന്നുള്ളത് അടിസ്ഥാന ശമ്പളമാക്കി തന്നെ നൽകാമെന്നാണ് അവർ ഇപ്പോൾ ചർച്ചയിൽ അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ 20,000 രൂപ നൽകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കപ്പെടണമെന്നുള്ള വാശിയിൽ തന്നെയാണ് നേഴ്സുമാർ സമരവുമായി രംഗത്തുള്ളത്. അത് ലക്ഷ്യം കൈവരിക്കുന്നത് വരെ തങ്ങൾ സമരമുഖത്തു നിന്നും പിന്മാറില്ല എന്ന് വളരെ ഉറച്ച ശബ്ദത്തോട് തന്നെയാണ് നേഴ്സുമാർ പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം സർക്കാർ നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും പുറകോട്ട് പോകുമോ അതോ നേഴ്സുമാർക്കൊപ്പം നിലകൊള്ളുമോ എന്നുള്ള കാര്യത്തിൽ വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ തീരുമാനമാകേണ്ടതുണ്ട്. എന്തായാലും ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ പ്രതീക്ഷയാണ് നേഴ്സുമാർ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ആർക്കൊപ്പം സർക്കാർ നിൽക്കുമെന്നുള്ളത് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ ലോകം തന്നെ കാണുന്നത്. ഒപ്പം സമരക്കാരും വളരെ അനുഭാവപൂർവ്വം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയിലുമാണ്. ധന്യ, നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 20,000 നൽകണമെന്ന ആവശ്യം മാനേജ്മെന്റുകൾ തള്ളി. എന്നാൽ സർക്കാർ നിർദ്ദേശിച്ച ശമ്പളം നൽകുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് നഴ്സ് സമരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നത്. സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി വ്യാഴാഴ്ച നഴ്സുമാരുടെ സംഘടനകളുമായി ചർച്ച നടത്തും. മാനേജ്മെന്റുകളുടെ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്. നിർദ്ദേശിച്ച ശമ്പളം നൽകുമെന്ന് മാനേജ്മെന്റുകൾ വ്യക്തമാക്കി. കൊച്ചിയിൽ ചേർന്ന ആശുപത്രി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഉമേഷ് ചേരുന്നു. ഉമേഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, സ്വകാര്യ ആശുപത്രികളുടെ സംയുക്ത സംഘടനയാണ് ഇന്ന് കൊച്ചിയിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷം അവർ തീരുമാനം പ്രഖ്യാപിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച വേജ് റിവിഷൻ, നഴ്സുമാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച വേതന പരിഷ്കരണം അംഗീകരിക്കുന്നതായി ഇന്ന് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നു. അതായത് 17,500 എന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മറ്റ് സ്റ്റാഫുകളുടെ വേജ് റിവിഷൻ തീരുമാനിക്കാനായി ഈ മാസം 20-ന് IRCയുടെ യോഗമുണ്ട്. അതിനു മുമ്പ് അത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാക്കും. മാനേജ്മെന്റ് അസോസിയേഷൻ അത് സംബന്ധിച്ച ആ ചർച്ചയിൽ എന്ത് തീരുമാനമെടുക്കണം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാക്കും. അതിനായി ഒരു ആക്ഷൻ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ സമരം നടക്കുന്ന സ്ഥാപനങ്ങളിൽ നഴ്സുമാർ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് 20-ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാവണം എന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആരോഗ്യ രംഗത്ത് നിലനിൽപ്പിനായി ഈ സമരത്തിൽ നിന്ന് അവർ പിന്മാറണം. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച നിരക്ക് മാനേജ്മെന്റുകളെ സംബന്ധിച്ച് കൂടുതലാണ്. എങ്കിലും സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ തീരുമാനം അംഗീകരിക്കുന്നതായാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം നഴ്സുമാർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള 20,000 എന്നുള്ള ശമ്പള വർധനവ് അംഗീകരിക്കാൻ കഴിയില്ല.
അത് വലിയൊരു തരത്തിലുള്ള വർധനമാണ്. സർക്കാർ പ്രഖ്യാപിച്ചത് തന്നെ വലിയ വർധനമാണെങ്കിൽ തന്നെയും അത് അംഗീകരിക്കുന്നതായി മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും സമരം തുടരുകയാണെങ്കിൽ ജനപക്ഷത്ത് നിന്നുള്ള തീരുമാനം ആണ് മാനേജ്മെന്റ് എടുക്കുക. അത് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ കണ്ണൂർ ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ സമരം തുടരുന്ന ആശുപത്രികളിൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ വെച്ച് ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു തീരുമാനം എടുക്കും എന്നുള്ളത് ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും സമരം തുടർന്നാലും ആശുപത്രി അടച്ചിടില്ല, കഴിയാവുന്ന തരത്തിൽ ഡോക്ടർമാരെയും മറ്റുള്ള സ്റ്റാഫുകളെയും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് മാനേജ്മെന്റുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇനിയൊരു സമരത്തിന്, ഇത്രയും വർധനവ് വരുത്തിയ സ്ഥിതിക്ക് ഇനിയൊരു സമരത്തിന് നഴ്സുമാർ പോകുമെന്ന് കരുതുന്നില്ല എന്ന പ്രത്യാശയും മാനേജ്മെന്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ധന്യ. കെ ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നഴ്സുമാരുമായി സർക്കാർ വ്യാഴാഴ്ച ചർച്ച നടത്തും. മുഖ്യമന്ത്രി നഴ്സുമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. നഴ്സുമാരുടെ സമരത്തെ നേരിടാനൊരുങ്ങി കണ്ണൂർ ജില്ലാ ഭരണകൂടം. നഴ്സിംഗ് വിദ്യാർത്ഥികളെ വിന്യസിക്കാനാണ് തീരുമാനം. അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ദിവസവേതനത്തിന് നിയമിക്കാനാണ് നീക്കം. മറ്റു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും. കാവ്യ ആവശ്യപ്പെടുന്നിടത്ത് ചോദ്യം ചെയ്യാമെന്നെത്തുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ച് കണ്ട തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CRPC 160 പ്രകാരമാണ് അന്വേഷണ സംഘം കാവ്യമാധവന് നോട്ടീസ് നൽകുക. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാവ്യയോട് അന്വേഷണ സംഘം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. രഹസ്യകേന്ദ്രത്തിൽ വെച്ച് കാവ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യലിന് സമ്മതമാണെന്ന് കാവ്യ അറിയിച്ചതായാണ് സൂചന. ആലുവ പോലീസ് ക്ലബിന് പകരം മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചായിരിക്കും മൊഴിയെടുക്കൽ. പോലീസ് ക്ലബിലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം പരിഗണിച്ചാണ് ഇത്. ആലുവ പറവൂർ കവലയിലെ വീട്ടിലാണ് കാവ്യ ഇപ്പോഴുള്ളത്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കാവ്യയുടെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചതായി പൾസർ സുനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ കാവ്യയുടെ മൊഴി കേസിൽ നിർണായകമാകും. ദിലീപും പൾസർ സുനിയും തമ്മിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി രണ്ട് സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തി. CRPC 164 പ്രകാരം കാലടി മജിസ്ട്രേറ്റിന് മുമ്പിലാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ തൃശൂർ ടെന്നീസ് ക്ലബ്ബ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ നിന്നാണ് മൊഴിയെടുത്തത്. ദിലീപിന്റെ ജാമ്യഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കുമ്പോൾ ഗൂഢാലോചനയ്ക്കുള്ള ശക്തമായ തെളിവാകും ഇവരുടെ മൊഴികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനി 2 വർഷം മുൻപ് മറ്റൊരു കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ യുവനടിയായിരുന്നു അന്നത്തെ ഇര. ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് കൊട്ടേഷൻ നൽകിയതെന്ന വിവരവും പോലീസിന് ലഭിച്ചു. നിർമ്മാതാവിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഈ നിർമ്മാതാവാണ് പൾസറിനെ ദിലീപിന് പരിചയപ്പെടുത്തിയത്. 2 വർഷം മുമ്പ് നടന്ന കൊട്ടേഷൻ മാനഭംഗത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അക്കാലത്ത് സജീവമായിരുന്ന ഒരു യുവ നടിയാണ് ആക്രമണത്തിന് ഇരയായത്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതായി. ഇപ്പോൾ സജീവമായ ഒരു നിർമ്മാതാവായിരുന്നു അന്ന് കൊട്ടേഷനു പിന്നിൽ. ഇയാളിപ്പോൾ ദിലീപിനായി സജീവമായി രംഗത്തുണ്ട്. ദിലീപിന് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയതും ഈ നിർമ്മാതാവാണ്. അന്ന് ആക്രമണത്തിനിരയായ നടി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. സിനിമാ മേഖലയിൽ അന്ന് സംഭവം സജീവ ചർച്ചയായെങ്കിലും നടിക്ക് പിന്തുണ നൽകാനോ ആരും മുന്നോട്ട് വന്നതുമില്ല. സംഭവത്തോടെ കടന്ന നടി സിനിമാ മേഖലയിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷയായി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ച പോലീസ് സംഘത്തിനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഇതിനെ തുടർന്ന് നടിയെ പോലീസ് സമീപിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന സന്ദേശം നടി പോലീസിന് കൈമാറിക്കഴിഞ്ഞു. ആരോപണവിധേയനായ നിർമ്മാതാവിന് ദിലീപുമായി ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. കിളിരൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാൻ നടി തയ്യാറായ സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണ വിധേയനായ നിർമ്മാതാവിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടൻ ദിലീപിന് പരോക്ഷ പിന്തുണയുമായി നീറ്റ ജലാറ്റിൻ കേസ് പ്രതി തുഷാർ രംഗത്ത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന കേരള മനുഷ്യാവകാശ സമിതി യോഗത്തിലാണ് പോലീസിനെയും മാധ്യമങ്ങളെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞ് ദിലീപിനെ പരോക്ഷമായി തുഷാർ ന്യായീകരിച്ചത്. അതേസമയം നഴ്സുമാരുടെ സമരത്തിന് പിന്തുണ നൽകാനാണ് CPI മാവോയിസ്റ്റിന്റെ രഹസ്യ നീക്കമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു.
തമിഴ്നാട് ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകരായ ഷൈനിയും അനൂപിനെയും കാണാൻ പോയ CP റഷീദ്, ഹരി എന്നിവരെ കേരള തമിഴ്നാട് പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചുവെന്ന് ആരോപിച്ച് കൊല്ലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലാണ് നീറ്റ ജലാറ്റിൻ കേസിലെ പ്രതി കൂടിയായ തുഷാർ യുവനടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായ നടൻ ദിലീപിനെ പിന്തുണച്ചതും പോലീസിനെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞതും. മാധ്യമങ്ങളെയും തുഷാർ വെറുതെ വിട്ടില്ല. കേസ് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിശബ്ദതയുണ്ട്. അയാൾക്ക് മാധ്യമങ്ങളുമായിട്ടോ അതല്ലെങ്കിൽ ഭരണകൂടവുമായിട്ട് പോലും, അതായത് അയാളുടെ നിരപരാധിത്വത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആ ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കോടതിയിൽ പോലും സമർപ്പിക്കാനുള്ള അവകാശമില്ല. ആ അന്വേഷണത്തെ നിശബ്ദമായി നേരിടേണ്ട ഒരാളാണ് പ്രതി എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പ്രതിയുടെ സ്ഥാനം അന്വേഷണ ഘട്ടത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ വിചാരണയുടെ ഘട്ടത്തിലാണ് തന്റെ നിരപരാധിത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിക്ക് സാധിക്കുക. നീറ്റ ജലാറ്റിൻ ആക്രമണത്തെ തുടർന്ന് രൂപേഷ് പിടിയിലായതോടെ CPI മാവോയിസ്റ്റ് സംഘടന ദുർബലമായെന്നും അതിനെ മറികടക്കാനാണ് മനുഷ്യാവകാശ സംഘടന ലേബലിൽ വൈപ്പിൻ സമരം പോലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ മാവോയിസ്റ്റ് സംഘടന തീരുമാനിച്ചതെന്നും നഴ്സുമാരുടെ സമരത്തെ പിന്തുണച്ച് സംഘടന സജീവമായി രംഗത്തുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നഴ്സുമാരുടെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകി തങ്ങളെ ഉയർത്തുന്ന നയങ്ങൾക്ക് പൊതുസമൂഹത്തിന് പിന്തുണ തേടുകയാണ് ലക്ഷ്യമെന്നും പോലീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെടുന്ന രമണൻ, ക്രിസ്റ്റി, അജിത് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് PA പൗരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനൊരുങ്ങി ദില്ലി. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നാളെ രാജ്യമെങ്ങും നടക്കും. NDA സ്ഥാനാർത്ഥിയായി ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുവരുടെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി കാലാവധി പൂർത്തിയാക്കി 25-ന് രാഷ്ട്രപതി ഭവന്റെ പടിയിറങ്ങും. റെയ്സിന കുന്നിലെ പുതിയ അതിഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ അന്തിമഘട്ടത്തിലേക്ക് നാളെ മുതൽ രാജ്യം കടക്കുകയാണ്. ഇലക്ടർ വോട്ടുകൾ നിർണായകമാകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരുമായി 4896 പേർ വോട്ട് ചെയ്യും. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 784 MP-മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 4114 MLA-മാരും ഉൾപ്പെടുന്ന വോട്ടർമാരുടെ ആകെ വോട്ട് മൂല്യം 11 ലക്ഷത്തിനടുത്താണ്. ജനപ്രതിനിധി സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് വോട്ടില്ല. MP-യുടെ വോട്ട് മൂല്യം 708 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. MLA-മാരുടെ വോട്ടിന്റെ മൂല്യം അതാത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം UP-യിലെ MLA-മാരുടെ വോട്ട് മൂല്യമാണ് ഏറ്റവും ഉയർന്നത്, 208. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യമാകട്ടെ 152ആയും കണക്കാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദാണ് NDA സ്ഥാനാർത്ഥി. വിജയിക്കാനുള്ള വോട്ടിന് 17,000-ഓളം വോട്ട് കുറവുള്ള NDA തമിഴ്നാട്ടിൽ നിന്നും AIADMK-യുടെയും ബീഹാറിൽ നിന്ന് JDU-ന്റെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാകുമാർ ആം ആദ്മി, BJDS തുടങ്ങി ഇരുപക്ഷത്തുമില്ലാത്ത പാർട്ടികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നു. രാംനാഥ് കോവിന്ദും മീരാകുമാറും മുഖാമുഖം വരുന്നു എന്നതിനപ്പുറം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ബലാബലമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഇരുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള MLA-മാർ നാളെ വോട്ട് രേഖപ്പെടുത്തും. നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. NDA-യുടെ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷത്തുനിന്ന് മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറും തമ്മിലാണ് മത്സരം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് നാളെയാണ്. രാജ്യത്തെ MLA-മാരും MP-മാർക്കുമാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതും വോട്ടെടുപ്പിലൂടെ. രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റിലും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നിയമസഭകളിലുമാണ് പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അടക്കം 141 നിയമസഭാ സാമാജികരുണ്ട്. എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് വോട്ട് ചെയ്യാനാവില്ല. മലപ്പുറത്തെ വേങ്ങര നിയോജകമണ്ഡലത്തിലെ MLA ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു പോയ ഒഴിവ് ഇതുവരേക്കും നികത്തപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 139 MLA-മാരാണ് നിയമസഭാ സമുച്ചയത്തിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ധാരണയനുസരിച്ച് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും 138 MLA-മാരും പ്രതിപക്ഷ സ്ഥാനാർത്ഥി മീരാകുമാറിന് വോട്ട് രേഖപ്പെടുത്തും. രാജഗോപാലിന്റെ വോട്ട് NDA പ്രതിനിധിയായ രാംനാഥ് കോവിന്ദിന് ലഭിക്കും. 152 ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം. അതായത് സംസ്ഥാനത്തെ ജനസംഖ്യയെ ആകെ MLA-മാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുക. സംസ്ഥാന നിയമസഭയിലെ ആകെ വോട്ടുകളുടെ മൂല്യം 21,280 ആണ്.
സംസ്ഥാന നിയമസഭാ മന്ദിരത്തിൽ 2ാം നിലയിലാണ് വോട്ടെടുപ്പിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ രാജ്യസഭാ എംപിമാർ ഡൽഹിയിൽ തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത. ലോക്സഭാ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസർ. സംസ്ഥാനങ്ങളിൽ നിയമസഭാ സെക്രട്ടറിക്ക് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതലയുണ്ട്. വോട്ടെടുപ്പിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 5-ന് അവസാനിക്കും. ശേഷം സീൽ ചെയ്ത ബാലറ്റ് പെട്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. 20-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ രാഷ്ട്രപതിയെയും പ്രഖ്യാപിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗോരക്ഷയുടെ പേരിൽ അതിക്രമം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ഗോരക്ഷ ആക്രമണ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറഞ്ഞു. ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സമവായം തേടി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് ഗോരക്ഷയുടെ പേരിൽ നടക്കുന്ന അതിക്രമം ചർച്ചയായത്. കോൺഗ്രസ്, CPIM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിഷയം യോഗത്തിൽ ഉന്നയിച്ചു. ഗോരക്ഷയുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭയിൽ വിശദീകരിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചത്. ഗോരക്ഷയുടെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് വർഗീയ നിറം നൽകുന്നത് രാജ്യത്തിന് ഗുണകരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി യോഗത്തെ അറിയിച്ചു. അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രസ്താവനകളല്ല, പ്രവൃത്തിയാണ് വേണ്ടതെന്ന നിലപാട് പ്രതിപക്ഷം ആവർത്തിച്ചു. ഗോരക്ഷയുടെ പേരിലും ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങളിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുകയാണെന്ന ആരോപണം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. ഗോരക്ഷയുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തെ കാറ്റും കോളും നിറഞ്ഞതാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രധാനമന്ത്രിയുടെ മുൻകൂർ പ്രതിരോധം. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഡേവിസ് തെക്കേക്കര നിര്യാതനായി. അബുദാബിയിൽ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡേവിസ് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡേവിസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി, മന്ത്രിമാരായ തോമസ് ഐസക്, KC മൊയ്തീൻ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയവർ അനുശോചിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തമായ ഇടപെടലിലൂടെ ശ്രദ്ധേയനായ ഡേവിസ് തെക്കേക്കരയുടെ അകാല വിയോഗം അത്യധികം വ്യസനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അബുദാബി സെൻട്രൽ ഹോസ്പിറ്റലിലുള്ള മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും.